ആസാദിയിൽ ഒരുപാട് സീനുകൾ എടുത്തിട്ടുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അല്ലെ? ഒരു മെഡിക്കൽ കോളേജിൽ ഷൂട്ട് ചെയ്യാന്നൊന്നും പറഞ്ഞാൽ അത്ര എളുപ്പമല്ലല്ലോ, അത്ര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ലേ. അപ്പൊ ഹൗ ഡിഡ് യു ഹാൻഡിൽ ഇറ്റ്? കഷ്ടപ്പെട്ടു. ഇപ്പൊ ഇതില് ഇത്രയും സീനിയർ ആക്ടേഴ്സ്, ടി ജി രവി സാറൊക്കെ ഇല്ലേ, ഇത്രയും സീനിയർ ആക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്യണല്ലോ. ഇവരൊക്കെ ഹാൻഡിൽ ചെയ്ത് ഇവരിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, എന്തെങ്കിലും ഒക്കെ സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ള. കാരണം ഇനി അങ്ങോട്ട് മൂവി എടുക്കാൻ പാടില്ല. ഞാനിപ്പോ കുറെ അധികം മലയാളം പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, ഒരു ഭോജ്പുരി പടത്തിലൊക്കെ അഭിനയിച്ചു. പക്ഷെ ഇത്രയും പടങ്ങളിൽ അഭിനയിച്ചിട്ട് എനിക്ക് ഏറ്റവും പേടി തോന്നിയിട്ടുള്ള ഡയറക്ടറായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന അങ്ങനെ പാവമൊന്നുമല്ല. അപ്പൊ ഇതൊക്കെ വെറും അഭിനയമാ, നടിപ്പാ? അതെന്താന്ന് വെച്ചാല് നമ്മളിപ്പോ വിളിക്കും ജോ നമുക്ക് നമ്മൾ ചോദിക്കാൻ പോകുന്ന ഈ സീനിൽ ഈ ഒരു ഡയലോഗ് വേണോ, അത് ഇല്ലെങ്കിൽ ഓക്കെയാണ്, അത് ചോദിക്കാനാ പോകുന്നത്. അല്ല ജോ, ഈ സീനിൽ ഈ ഒരു ഡയലോഗ് വേണ്ട സാർ, കട്ട് ചെയ്ത് കളയും. അപ്പം ഇത് അതുപോലെ ഇവിടെ ഈ സീൻ വേണ്ട സാർ, ആ സീൻ വേണ്ട. അപ്പൊ ഭയങ്കര ബഹുമാനമാണ്, അമിതമായ ബഹുമാനവും സ്നേഹവും. ഞാൻ ഞെട്ടിയത് ഭയങ്കര കുഴപ്പമാണ്. ഇങ്ങനെ ഒരാളെ കൂടി അഭിനയിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ ഞാൻ അടുത്ത് പറഞ്ഞു കൊടുത്തു, അങ്ങനെയല്ല, നമുക്കിപ്പോ ഈ സീനിനെ പറ്റി മാത്രമേ നമുക്ക് ചിന്തിക്കേണ്ടുള്ളൂ. ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു ടോട്ടാലിറ്റി എന്ന് പറഞ്ഞ പടം നിങ്ങളുടെ മനസ്സിലാവേണ്ട, നിങ്ങളാണ് അറിയേണ്ടത്. അത് വന്ന് അത് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ കുഴപ്പം ചെയ്യോളൂ. സാറിന് കഥ അറിയുന്നത്, സാറൊന്നും ചെയ്ത് കഴിഞ്ഞാൽ അല്ല, അങ്ങനെയല്ല. അല്ല, ഇതിനൊക്കെ വേണോ വേണ്ടെന്നുണ്ട് ഫൈനൽ തീരുമാനം എടുക്കേണ്ടതാണ് നിങ്ങളാണ്. ആര് പറഞ്ഞാലും അത് അങ്ങനെ ഞാൻ പറഞ്ഞു ഇയാൾ അങ്ങോട്ട് കയറ്റി. അത് ശരി സാറിനൊക്കെ കൊണ്ട് പോകുന്നത് ഇങ്ങനെ വന്ന പോലെ അല്ല, ഭീമന്റെ പോകുന്ന പോലെ തിരിച്ചു പോകും. പിറ്റേ ദിവസം എനിക്ക് എന്തോ ഒരു സജഷൻ തോന്നിയിട്ട് ഞാൻ വിളിച്ച് ചോദിക്കാന്നിട്ട് പിന്നെ എനിക്ക് പേടിയായി. കാരണം അപ്പൊ റിയാക്ട് ചെയ്യാൻ, അതെ നമ്മളിങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ അതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടണം. ഡയറക്ടർക്ക് എല്ലാം അറിയാം, എല്ലാം ആവശ്യമുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട എന്നൊക്കെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് പേടിയായിപ്പോയി. കാരണം വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത് അറിയില്ലല്ലോ. പക്ഷെ ഞാൻ പിന്നീട് നോക്കിയപ്പോൾ മറ്റു ആർട്ടിസ്റ്റുകളൊക്കെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതൊക്കെ വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചു വാങ്ങാനും അതനുസരിച്ച് ചെയ്യിക്കാനും ഒക്കെ ഉള്ള മിടുക്കും കാര്യങ്ങളും. എൻ്റെ അടുത്ത് പിന്നെ പുള്ളിക്ക് ഇപ്പൊ ചെറുപ്പം മുതൽ റാംജി റാവും ഹരിഹരനും ഗോഡ് ഫാദറും ഒക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉള്ള ബഹുമാനമായിരുന്നു. തീർച്ചയായിട്ടും അത് നമ്മുടെ ഗുരുനാഥനാണ്, അത് അങ്ങനെയാണല്ലേ.